2023 കോഴിക്കോട് നടന്ന കലോത്സവത്തിന്റെ മുഖചിഹ്നം ഒരു പെൺകുട്ടിയായിരുന്നു. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ശില്പമായ റൈറ്റിംഗ് ഗേൾ. ഇക്കുറി കലോത്സവം കൊല്ലത്തെത്തുമ്പോഴും കോഴിക്കോട് ബീച്ചിലെത്തുന്നവരെ ആകർഷിക്കുന്നതും ഈ പെൺകുട്ടി തന്നെ. ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം കോഴിക്കോട് ബീച്ചിലൊരുക്കിയ കലോത്സവ ശില്പമാണ് വീണ്ടും ഒരു കലോത്സവ കാലം കൂടി എത്തുമ്പോൾ കാഴ്ചക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ഈ ഒരു ശില്പം ഇതിൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം ഓരോ കലോത്സവവും ഓരോ വേദിയിൽ നടക്കുമ്പോൾ ആ വേദിക്ക് സമീപത്ത് ഒരു കലോത്സവ ശില്പം അതൊരു അടയാളപ്പെടുത്തലാണ്. ഇത് ഈ കോഴിക്കോട് 10,000-കണക്കിന് ആളുകൾ വരുന്ന സ്ഥലത്ത് ഒരു കലോത്സവ ശില്പം എന്നുള്ള രീതിയിൽ തന്നെ ഈ ശില്പത്തെ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. പല ആളുകളും ഈ ശില്പം കണ്ടിട്ട് ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പലപ്പോഴും എന്നെ വിളിക്കാറുമുണ്ട്. കഴിഞ്ഞ കൊല്ലം കലോത്സവം കോഴിക്കോട്ടുകാർക്ക് ഒരു ഉത്സവം തന്നെയായിരുന്നു. കോഴിക്കോട് വെച്ച് നടന്ന കലോത്സവത്തെ ജനങ്ങൾ മനസ്സിലേറ്റി എന്നതിൻ്റെ ഒരു പ്രതീക രൂപം കൂടിയാണ് നമ്മൾ ഉദ്ദേശിച്ച ഈ ശില്പം എന്നതാണ്. കോഴിക്കോട് കലോത്സവങ്ങളും ഏത് മേളകളായാലും എല്ലാ സാംസ്കാരിക പരിപാടികളായാലും ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന ജനങ്ങളാണ് കോഴിക്കോടിൻ്റെ ജനങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കഴിഞ്ഞ വർഷവും എല്ലാ രീതിയിലും അവർ ഏറ്റെടുക്കുകയും വളരെ വിജയപ്രദമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു കലോത്സവ കാലം കൂടി എത്തുമ്പോൾ കോഴിക്കോട് നഗരത്തിൽ ചർച്ചയാകുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും കഴിഞ്ഞ കലോത്സവ കാലത്ത് സ്ഥാപിച്ച ഈ റൈറ്റിംഗ് ഗേൾ എന്ന് പറയുന്ന ശില്പമാണ്. കോഴിക്കോട് നിന്നും അനൂപ് പാലയ്ക്കൊപ്പം വി സോണൽ കൃഷ്ണ, ജനം.